വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ലോഗ്സ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ 3 പേരുടെയും വക ഹാപ്പി ന്യൂ ഇയർ. 2023 ലാസ്റ്റ് വീഡിയോ നമ്മൾ എടുക്കുന്നായിട്ട് ഇന്ന് ഇടുമ്പോ നാളെ 1-ാം തീയതി വരിക. പക്ഷെ ഇന്നത്തെ ലാസ്റ്റ് 2023 എന്തായാലും എല്ലാവർക്കും ഒരു അടിപൊളി വർഷമാവട്ടെ 2024. നമ്മൾക്ക് എന്തായാലും കേക്ക് മുറിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഹാപ്പി ന്യൂ ഇയറിനുള്ള കേക്ക് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. എങ്ങനെയാണോ പറയാ? മമ്മി തരാം. അങ്ങനെ എടുക്കണ്ട, ഫസ്റ്റ് മോൾക്ക് എടുക്കണം, സെക്കൻഡ് മോൾക്കോ? ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ഒരു കുട്ടി സെലിബ്രേഷൻ. നമ്മള് പുറത്തൊന്നും പോയില്ല ഗൈസ്. എന്താ മമ്മി തരില്ല മമ്മി, ഇങ്ങോട്ട് എടുത്തത്. ഹാപ്പി ന്യൂ ഇയർ. അവള് രണ്ടും വന്നു. ഈ ഒരെണ്ണം കൂടി തന്നില്ല. എനിക്കത് ഉമ്മ തന്നില്ലേ? ഞങ്ങൾ എന്താ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഗസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പൊ ഗൈസ് ഞാനൊരു ഇത് പറയാം. എന്ത് ഹാപ്പി ന്യൂ ഇയർ. പറയാം, കൊടുത്തില്ലല്ലേ? ഹാപ്പി എല്ലാവർക്കും എല്ലാരും കഴിച്ചോളൂ. നമ്മളിനി ഒരു കാര്യം ചെയ്യാം. ഒരു 2024 ഓരോ ആൾക്കാർക്കും എങ്ങനെയാ, അല്ല 23 ഓരോ ആൾക്കാർക്കും എങ്ങനെയായിരുന്നു, എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ റിഗ്രറ്റ് ചെയ്യണു എന്നൊക്കെ നമുക്ക് ചോദിക്കാം. എന്നോട് ചോദിക്കാം. ക്യാമറ പിടിച്ചോ? വേണ്ട, വേണ്ട. 2023 മമ്മിക്ക് എങ്ങനെയായിരുന്നു നമുക്ക് ചോദിച്ചു നോക്കാം. എങ്ങനെയായിരുന്നു? 2023 നല്ലൊരു വർഷമൊക്കെ തന്നെയായിരുന്നു. ഒരുപാട് നല്ല കാര്യങ്ങളും ഒരുപാട് എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 2024 പറഞ്ഞാൽ 2023 അപ്പൊ 2023 എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല മൊമെന്റുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ചീത്ത മൊമെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. സുട്ടപ്പൻ എടുത്തത് 2023 അല്ല, 22 എടുത്തത്. അതെ. അപ്പോ സുട്ടപ്പൻ എടുത്തിട്ട് 2 കൊല്ലം കഴിഞ്ഞു. പിന്നെ അതിന് 2023 ആവുക. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മോശം അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. 2023 സർജറി കഴിഞ്ഞത്. മമ്മിക്ക് ഏറ്റവും ഇങ്ങനെ വയ്യാണ്ടായത് ഈ ഒരു വർഷമാണ്. പിന്നെ 2023 ഇപ്പൊ ഈ ഒരു സമയത്ത് നമ്മള് സർജറി നമുക്ക് ഉണ്ടാവുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. അത് കഴിഞ്ഞു. അതൊക്കെ നമ്മൾക്ക് മനുഷ്യന് വരുന്ന ഒരു കാര്യങ്ങളല്ല, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. പക്ഷെ എനിക്ക് ഇത്രയും വയസ്സിനിടയ്ക്ക് ഏറ്റവും മോശപ്പെട്ട ഒരു വർഷമാണ് 2023 കേട്ടോ. ഇപ്പൊ എനിക്ക് 38 വയസ്സൊക്കെ കഴിഞ്ഞു. അപ്പൊ ആ വയസ്സിനിടയ്ക്ക് ഇത്രയും മോശപ്പെട്ട ഒരു വർഷത്തിലൂടെ ഞാൻ പോയിട്ടില്ല. വേറൊന്നുമല്ല, മനുഷ്യന്മാരെങ്ങനെയാണ്, നമ്മളെങ്ങനെ മറ്റുള്ളവരോട് നിൽക്കണം, നമ്മളതിനെ ഏതൊക്കെ രീതിയിൽ ചതിക്കും, നമ്മൾ എത്രത്തോളം വിശ്വസിച്ചാലും നമ്മളതിനെ പറ്റിക്കും. അത് ഒരുപാട് എനിക്ക് വേദനിച്ചിട്ടുള്ള ഒരു വർഷമായിരുന്നു. ശരിക്ക് നമ്മളെ തളർത്തുക എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ കൂടെ പോയിട്ടുണ്ട്. മനുഷ്യനെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. കുറെ അനുഭവങ്ങൾ നമ്മൾ കൂടെ നിന്നിട്ട് പറ്റിക്കുക, ചതിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ കടന്നുപോയി. പക്ഷെ നമ്മൾ ആ ഒരു സമയത്തൊന്നും നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റില്ല, തിരിച്ചറിയാൻ പറ്റില്ല. നമ്മള് ഒരാളല്ല കേട്ടോ, 2-3 ആൾക്കാരിൽ നിന്ന് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടോ. നമ്മൾ അവരിൽ നിന്ന് അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മളുടെ എന്നുള്ളൊരു സ്വന്തം പോലെ കാട്ടിയിട്ട് ഇങ്ങനത്തെ ഒരു മുഖം അവർക്ക് ഉണ്ടെന്ന് തെളിയിച്ച ഒരു വർഷം കൂടിയാണ്. പക്ഷെ ഇതുവരെക്ക് ഇത്രയും 2022 വരയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ 2023 അതെല്ലാം ഉണ്ടായി. പിന്നെന്താ ഉണ്ടായത്? നമ്മളെ തൊടി കത്തിയിട്ട് ആകെ പേടിച്ചൊരു വർഷമാണ്. പിന്നെ നമ്മൾ അത്രയും വേണ്ടപ്പെട്ടവരൊക്കെ പോയൊരു വർഷമാണ്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചതിക്കപ്പെട്ട ഒരു വർഷമായിരുന്നു 2023. 2024 നന്നാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഒരുപാട് നല്ല സുഖങ്ങളൊന്നും ഇല്ലെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയാൽ മതി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾക്ക് കിട്ടിയാൽ മതി. അല്ലാതെ ഒരുപാട് സുഖമായിട്ട് കഴിയണമെന്നൊന്നുമില്ല. ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റിയാൽ മതി. നിനക്ക് എന്തൊക്കെയാണ് ഇനി എന്താ ഉള്ളത്? ഞാൻ പറയാം, ഒരു 100% ഹാപ്പി ഇയർ ആയിരുന്നോ ഒരു സാഡ് ഇയർ ആയിരുന്നു?
എത്ര ഇതുപോലെ 90-80% എനിക്ക് സാഡ്. 100-80% എനിക്ക് സാഡ് അല്ല. നമ്മൾ വിശ്വസിച്ചത് കാരണം മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ ക്രൂരതകൾ, അതിപ്പോഴും അത് താണ്ടിയിട്ട് തന്നെ പോകുന്നത്. അതിനൊരു സൊല്യൂഷൻ ഒന്നും ആയിട്ടില്ല. പക്ഷെ അത് നന്നായിട്ട് എനിക്കാണെന്ന് വെച്ചാൽ ഞാൻ ആരെയും ഓടി അങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർ ചതിക്കുന്നതിൻ്റെ ആഴം അതിനനുസരിച്ചിരിക്കും. അപ്പോൾ എപ്പോഴും അത് ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ അടുത്ത് കാശ് ആരെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം, തിരിച്ചു തരില്ല. ഒരാളല്ല കേട്ടോ, അതുപോലെ ഒരുപാട് എനിക്ക് അനുഭവങ്ങളുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു കാര്യത്തിന് ചോദിക്കുമ്പോൾ പിന്നെ അവിടെ ശത്രുതയിലേക്ക് എത്തും. അതുപോലെ ഒരാളല്ല, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു വർഷം കൂടിയാണിത്. പിന്നെ 2024 അടിപൊളിയാവും. 2024 പിന്നെ ഉണ്ണിവാവയ്ക്ക് അത്ര എനിക്ക് 2023 എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ഇയർ എന്ന് വെച്ചാൽ എനിക്ക് മമ്മിയുടെ അത്ര പക്വത ആവാത്തോണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒരു എന്നുവെച്ചാൽ ഒരു ഫാമിലി ലീഡ് ചെയ്തു പോവുക, അല്ലെങ്കിൽ കുറെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുക, അങ്ങനത്തെ പ്രശ്നം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പ്രോബ്ലം അനുഭവിക്കുമ്പോൾ കൂടുതൽ അവരെ അനുഭവിക്കുന്നുണ്ട്. കാരണം ഞാൻ വേദനിക്കുമ്പോൾ അവർക്കും വേദനിക്കുമല്ലോ, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ആസ് യൂഷ്വൽ ഒരു നോർമൽ ഇയർ ആയിരുന്നു. ഇപ്പൊ അങ്ങനെ വേഴ്സ്റ്റ് ഇയർ എന്നൊന്നും പറയാനില്ല. ഈ ഒരു 2023 ഞാൻ ഒരു പാഠം പഠിച്ചു. ഇനി മുന്നോട്ട് വിശ്വസിക്കരുത്. സത്യം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയണം, നമ്മൾ വിശ്വസിക്കരുത് ആരെയും. ചതിക്കും, ഉറപ്പായിട്ടും ചതിക്കും. കാരണം എന്താ വെച്ചാൽ ചതിക്കും, ഉറപ്പായും ചതിക്കും. നമ്മുടെ നിഴല് പോലും ചതിക്കുന്നൊക്കെ പറയണത് സത്യം കേട്ടോ. കാരണം എനിക്കൊന്നും ഇങ്ങനെ നമ്മൾക്ക് കുറേ ട്രാജഡി പ്രോബ്ലംസ് ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു വർഷത്തിലത്തെ പോലെ കാഠിന്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് തരാനുള്ള ഒരു കാര്യം, അവനവൻ്റെ കാര്യം നോക്കുക, മുന്നോട്ട് പോവുക. വേറെ ഒന്നിനും നിൽക്കണ്ട. നിന്ന് കഴിഞ്ഞാൽ അവിടെ പണി കിട്ടും, ഉറപ്പാണ്. ഇപ്പൊ ഇൻസ്റ്റയും എന്ത് തുറന്നാലും ഇപ്പൊ ഇത് ഈ ഒരു വർഷം കഴിയാറായല്ലോ. അപ്പൊ നിങ്ങൾ പഠിച്ച ഇങ്ങനെ കൂടുതൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് തന്നെയാണ് വരുന്നത്. പക്ഷെ ഇപ്പൊ മമ്മി പറയുമ്പോ അതാണല്ലോ, അതായിട്ട് റിലേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. പക്ഷെ ഞാൻ റീൽസ് കാണുമ്പോൾ ഈശ്വര ഇതൊന്നും എന്നെ റിലേറ്റ് ചെയ്യണില്ലല്ലോ, എനിക്ക് ഇത് ഇതാവാൻ പറ്റില്ല, പിന്നെ എന്റെ ഫീൽഡിൽ എന്തെങ്ങനെ വരണേന്നായിരുന്നു. പക്ഷെ മമ്മി പറയുമ്പോ മമ്മിക്കും ആ റീലുമായിട്ട് ഞാനത് വീഡിയോയില് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. കാരണം നമ്മൾ ഒരു ആവശ്യമില്ലാണ്ട് നമുക്ക് നമ്മൾ മാത്രം അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളുടെ കൂടെ നിന്നിട്ട് നമ്മളുടെ അടുത്ത് ചിരിക്കും, ആൾക്കാർ കളിക്കും, സംസാരിക്കും, നമ്മളുടെ സ്വന്തമാണെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും. പക്ഷെ അതേ ആൾക്കാരിന് വേറൊരു മുഖംമൂടി അണിഞ്ഞൊരു മുഖമായിട്ട് അപ്പുറത്ത് പോയി അവര് നമ്മളോട് അങ്ങനെ കാണിക്കും. നമ്മൾ അതേപോലെ നിൽക്കണം. പക്ഷെ നമ്മളുടെ ഉള്ളിലുണ്ടാവണം ഇവരിങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് എന്നല്ല, എത്ര നമുക്ക് അറ്റാച്ച്മെന്റ് തോന്നുന്ന ആൾക്കാരാണെങ്കിലും മനുഷ്യന്മാർ മുഖംമൂടി അണിഞ്ഞിട്ടാണ് എല്ലാവരും പറയുന്നില്ല കേട്ടോ. 100-ൽ ഒരു 50% നമ്മളുടെ അടുത്ത് നമ്മളുടെ അടുത്ത് ഇങ്ങനെ ചിരിച്ചു കളിച്ച് നിന്നാലും ഇവര് നമ്മളെ കുറിച്ച് അപ്പുറത്ത് പോയി പറയുന്നത് നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇവരോട് അടുക്കാൻ. കാരണം അത് ജീവിതത്തിൽ പഠിച്ച വലിയൊരു പാഠമാണ്. എനിക്കൊരു ട്രസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഇവരുടെ അടുത്ത് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ആൾക്കാരാണെന്ന് തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല ഗൈസ്, ഒന്നുമില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള ഇവര് 3 തന്നെ, പപ്പ മമ്മി വാവ. ഇവര് 3 പേര് മാത്രമാണ് എനിക്ക് അവൾക്ക് അങ്ങനെ വരട്ടെ എന്ന് ചിന്തിക്കാത്ത ആൾക്കാർ. വേറെ എത്ര എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയാലും, ഞാൻ അത്രയും സ്നേഹിക്കുന്നവരായാലും, അവരെന്നെ സ്നേഹിക്കുന്നവരായാലും, ചിലപ്പോൾ ഒരു വാക്ക് നമ്മളെ പറ്റി പറയുക, അല്ലെങ്കിൽ നമുക്ക് ഹേർട്ടാം. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ഇവര് 3 പേരും ആണ് കേട്ടോ. ബാബ ഒന്ന് പറയടി. എനിക്ക് സത്യം പറയാൻ 2023 വർഷം മോശമല്ല കേട്ടോ. എനിക്ക് ചതിക്കപ്പെട്ട ഒരു വർഷം അയച്ചിട്ട് 2023 ഒരു പ്രശ്നവും. ഞാൻ എന്റെ അനുഭവം പറഞ്ഞു കേട്ടോ. എനിക്കില്ല. പിന്നെ 2023 എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യം ഹാപ്പി പറഞ്ഞതാ. പറ ഒന്ന് വേഗം. എനിക്കില്ല അങ്ങനെ ഈ കുട്ടിയും എനിക്ക് 2023 ഓർമ്മയും കൂടി ഇല്ല. എവിടെ തുടങ്ങുന്നത്? 2022 കഴിഞ്ഞതും നമ്മുടെ ജീവിത സാഹചര്യം വെച്ചിട്ട് അത് നീ ജനിച്ചവിടെ തുടങ്ങിട്ട്
അല്ല, ജീവിത സാഹചര്യം എവിടുന്ന 2023 സ്റ്റാർട്ട് ചെയ്യണെന്ന്. ജനുവരിയില് കുട്ടിക്ക് അതറിയാതെ ബുദ്ധിയായിട്ടില്ല. വിട്ടോളാം. ആക്ച്വലി അങ്ങനെ അല്ല അപ്പൊ ആദ്യം സ്റ്റാർട്ട് ഞാൻ പറഞ്ഞുതരാം. ജനുവരി 1 അല്ല ഞാൻ എന്താ പറയാറ് വാവുകുട്ടി ഒരു വീഡിയോയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ കണ്ടു വാവുകുട്ടിയാണെങ്കിലും ഉണ്ണിക്കാണെച്ചാലും എടുത്തു പറയാനില്ല. എന്നെ ഞാനായിട്ട് പോയി എന്ത് പ്രോബ്ലംസ് ഇങ്ങനെ വരികയെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് ഞങ്ങള് അതെ ഇവിടെ തട്ടിട്ട് അവര് പേടിച്ചിട്ടല്ല, ഞാൻ ഇങ്ങനെ നിന്നിട്ട് സോൾവ് ആണ്. ഇപ്പൊ എന്റെ ഉള്ളിൽ പല പല പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മളില്ലേ എത്ര പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നാലും നമ്മൾ അതിനൊരു കാര്യങ്ങൾ പഠിക്കില്ലേ ചെയ്യുന്നത്. ഒന്നും എല്ലാ കാര്യം എന്താ പഠിച്ചത് ഇതൊക്കെ മമ്മി ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഫ്രണ്ട്സ് ഒക്കെ കൊറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഓരോ അനുഭവങ്ങളും നമ്മൾ ഓരോ സംഭവം പഠിക്കല്ലേ. അയ്യോ ഞാനൊരു കാര്യം പറയാം, എനിക്ക് ഇത്രയും ഞാൻ പറയാൻ കാരണം പറഞ്ഞാൽ എനിക്ക് ഡൈജസ്റ്റ് ആവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവരെ കൊണ്ട് ഇങ്ങനെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ നല്ല രീതിയിൽ നമ്മളോട് നിന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ മമ്മിക്ക് എന്താ ഇത്രയും പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുമ്പോൾ മമ്മി ഡൗൺ ആയി പോകും. ഒരിക്കലും വിചാരിക്കുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് നടക്കുമ്പോ അങ്ങനെ ഡൗൺ ആയി പോകും. അത് ഒരാളിൽ നിന്നല്ല കേട്ടോ, 2-3 പേരിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് കഴിയുമ്പോഴത്തേനും എന്ന് പറഞ്ഞിട്ട് ഈ 2-3 പേരിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു വിഷമാണ് മമ്മി ഇവിടെ പറഞ്ഞു. ഈ ഇയറിൽ മമ്മി അപ്പോഴേ ഏട്ടനൊക്കെ പറയും ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെയാണ്, അവര് പറയും, അപ്പൊ അത് വിട്ടുകളാ എന്ന് പറയാം. മമ്മിക്ക് എത്ര അനുഭവം പഠിച്ചാലും മമ്മി പിന്നെയും മമ്മിയുടെ ഒരു ലെവലിലേക്ക് പിന്നെ വരും. അപ്പൊ തന്നെ പപ്പ പറയും 2024 നന്നാവും, ശുഭം നന്നാവും. അപ്പോ ഇത്രയ്ക്കന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. 2024 നിങ്ങളുടെ വർഷമാവട്ടെ. നമ്മളുടെ എത്ര 3 ലക്ഷത്തി ഹാപ്പി ന്യൂ ഇയർ. 3 ലക്ഷത്തി സംതിങ് ഉണ്ട് നമ്മളുടെ ഫാമിലി. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, ഒരു അസുഖങ്ങളൊന്നും വരാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ. നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിക്കുക. ആവുന്നത് ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക. ആവുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ ഒരു ഉപകാരം പറ്റില്ല വെച്ചാൽ ഉപദ്രവിക്കാതിരിക്കുക, അത് ചെയ്യാലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് പേര് ഫേക്ക് ഐ ഡി എന്നൊക്കെ കമൻറ്റ് ചെയ്തിട്ട് നോവിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഒരു ഗുണമില്ല, നമ്മളെ നോവിച്ചിട്ട് അവർക്ക് ഒന്നും കിട്ടില്ല. പക്ഷെ അവർക്ക് അതൊരു സുഖം. എന്തിനാ അത്? നമ്മൾക്ക് എല്ലാവർക്കും മരിച്ചു പോകേണ്ടതാണ്. ആ മരിച്ചു പോകുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ടെങ്കിലും ആ ഒരു ചെയ്ത പാപങ്ങളൊക്കെ നമ്മൾക്ക് അറിയൂത്രേ. എന്തിനാ അറിയാണ്ട് പോലും നമ്മളൊരു തെറ്റ് ചെയ്യുന്നത്? നമ്മളെ കുടുംബം നോക്കാനും ഒരുപാട് കഷ്ടപ്പെടുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുന്നു. അതിൻ്റെ ഇടയിൽ മറ്റുള്ളവരെ നോവിച്ചിട്ടൊന്നും നമ്മൾക്ക് ഒന്നും കിട്ടാനില്ല. ഉണ്ടോണ്ണി? ഞാൻ എൻ്റെ മക്കളോട് ആവുന്നതും പറയുന്നതാണ്. എൻ്റെ മക്കളോട് എന്നും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഒരു കാര്യം നമ്മളെ ബാധിക്കുന്നില്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോവാതിരിക്കുക. നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് പ്രതികരിച്ചാൽ മതി. ഇല്ലെങ്കിൽ നമ്മളെ കാര്യം നോക്കി മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, നല്ലൊരു വർഷമാവട്ടെ, എല്ലാവരുടെയും സക്സസ് ഉള്ളൊരു വർഷമാവട്ടെ. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ പറയാൻ. ഹാപ്പി ന്യൂ ഇയർ ഒരിക്കൽ കൂടി എല്ലാവർക്കും. ബൈ ബൈ. അതെ.